അധികവും ഈ പരിപാടി നമ്മൾ ഉൾപ്പെടുത്തുന്ന പ്രശ്നമാണ് നാട്ടിലെ റോഡിന്റെ പ്രശ്നം. അത് താറുമാറായി കിടക്കുന്ന ഒരുപാട് റോഡുകൾ, അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി ടാർ ചെയ്യാതെ കിടക്കുന്ന റോഡുകൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ ഗണത്തിലേക്ക് ഒരു ഇടം കൂടി വരുന്നു. 1.5 പതിറ്റാണ്ടായി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു റോഡുണ്ട് അങ്ങ് വയനാട്ടിൽ. നാട്ടുകാർ പരാതികളിൽ നിന്ന് അനവധി നൽകിയെങ്കിലും ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ കഴിഞ്ഞ ദിവസം കുറച്ച് യുവാക്കൾ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. അത് ആ വാർത്തയാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് പോയത്, അതിന് കാരണം എന്താണ്, എങ്ങനെയായിരുന്നു ആ പ്രതിഷേധം? ഈ വാർത്ത നൽകും അതിന്റെ വിവരം. പള്ളിക്കുന്ന വെണ്ണിയോട് പടിഞ്ഞാറത്തറ റോഡിൽ ഇന്നലെ ഒരു പ്രതിഷേധം നടന്നു. ഈ നാട്ടിലെ ഒരു കൂട്ടം യുവാക്കളായിരുന്നു പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ആദ്യം ആ ദൃശ്യമൊന്ന് കാണാം. കേരളത്തിന്റെ തന്നെ അറിയപ്പെടുന്ന ബാണാസുര ഡാമിലേക്കുള്ള വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള മെയിൻ റോഡാണിത്. അതുപോലെ തന്നെ ഒരു ദിവസം 5000 മുതൽ 6000 വരെ വണ്ടികൾ പോകുന്ന മെയിൻ റോഡാണിത്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ റോഡുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ്. ഇന്നേ വരെ ഈ റോഡിൽ ഒരു അറ്റകുറ്റപ്പണിയോ കാര്യങ്ങളോ നടത്തുന്നില്ല. ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ കാരണം ഇത് സംഘടിപ്പിച്ച യുവാക്കൾ തന്നെ പറയട്ടെ. ഞങ്ങളിപ്പോൾ ഒരു 10-15 കൊല്ലമായിട്ട് അനുഭവിക്കുന്നൊരു പ്രശ്നമാണ് ഈ റോഡിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് ആൾക്കാരിലേക്ക് എത്തിക്കണം. ഞങ്ങൾ കുറേ ഞങ്ങളിപ്പോൾ ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരല്ല എൻ്റെ ഈ ബാക്കിൽ നിൽക്കുന്ന ആരും. എല്ലാവർക്കും അതിൻ്റേതായ രാഷ്ട്രീയവും കാര്യങ്ങളും. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടീനെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവമല്ല. ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതം ജനങ്ങളിലേക്ക് എത്തിക്കണം. കാരണം നേതാക്കന്മാരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഇതിന് ഫണ്ട് പാസ്സാവുന്നുണ്ട്, എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ സംഭവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്താക്കണം, ഇത് ആൾക്കാരിലേക്ക് എത്തിക്കണം. അതിന് വേണ്ടി മാത്രമാണ് ഇന്നലത്തെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തത്. പള്ളിക്കുന്നിൽ നിന്ന് വെണ്ണിയോട് വഴി പടിഞ്ഞാറത്തറയിലേക്കുള്ള പ്രധാനപ്പെട്ട പാതയാണിത്. ബാണാസുര അണക്കെട്ടിലേക്കുള്ള സഞ്ചാരികളടക്കം ആശ്രയിക്കുന്ന പാത. കുണ്ടും കുഴിയും കാരണം യാത്രക്കാരുടെ നടുവൊടിയും. ഈ റോഡ് ഒരു 4 കിലോമീറ്റർ ഓഫ് റോഡിന് ഉണ്ടാക്കിയ ട്രാക്ക് പോലെയാണ്. 1 കിലോമീറ്റർ ടാർ ചെയ്യണമെങ്കിൽ 60 ലക്ഷം രൂപ വേണം. ഒരു കാരണവശാലും ജില്ലാ പഞ്ചായത്തിൽ ആരധികാരത്തിൽ വന്നാലും ഇത് ജില്ലാ പഞ്ചായത്തിന് പൂർത്തീകരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഈ റോഡ് PWD ഏറ്റെടുക്കണം. ഈ 15 വർഷമായിട്ടുള്ള യാത്രാ ദുരിതം മാറ്റണം. അത്രയാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ് റോഡ്. പരിമിതമായ ഫണ്ട് കൊണ്ടൊന്നും പണി തീരില്ല. PWD ഏറ്റെടുക്കണമെന്നാണ് ആവശ്യം. പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഇവിടെ ഗ്രാമസഭയിലും എല്ലാത്തിനും പഞ്ചായത്ത് കൊടുത്തതാണ്. ഇപ്പോൾ ഇവർ ഒരു വർഷം മുന്നേ 2 ബോർഡ് വെച്ചു. ഒന്ന് പള്ളിക്കുന്നിൽ, ഒന്ന് വെണ്ണിയോട്. 65 ലക്ഷം റുപ്യ ഈ റോഡിന് വേണ്ടി MLA ഫണ്ട് ഇവിടുത്തെ പ്രസിഡന്റിൻ്റെയൊക്കെ ഫോട്ടോ വെച്ചുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവിടെ വരുന്ന വഴിക്ക്. ആ ബോർഡ് വെക്കല്ലാതെ ഇതിൻ്റെ മുകളിലേക്ക് 1 റുപ്യേൻ്റെ പണിയെടുത്തില്ല. ഇപ്പോൾ ഇലക്ഷനായി കഴിഞ്ഞ് ഇപ്പം ഞങ്ങളിപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം ഇപ്പോൾ അവർ പറയുന്നത് കോൺട്രാക്ടർമാരെടുക്കുന്നില്ല. ഇതാകെ 5 കിലോമീറ്റർ റോഡ് മൊത്തം ഉള്ളത്. ഇതിനിപ്പോൾ 1 ലക്ഷം റുപ്യ കൊണ്ട് 1 കിലോമീറ്റർ എത്തൂല. ആ സ്ഥിതിയാണുള്ളത്. കംപ്ലീറ്റ് പൊളിച്ച് ചെയ്യണം, അല്ലാതെ ഇതിന് വേറെ വഴിയൊത്തില്ല. അപ്പം ഇത് PWD ഇത് ഏറ്റെടുത്തെന്ന് പറഞ്ഞ് 2 കൊല്ലമായി ജില്ലാ പഞ്ചായത്ത് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ഒരു കൊടിയുടെയും തണലിൽ ഈ പ്രതിഷേധത്തെ കെട്ടി നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ എങ്കിലും നല്ല ജാഗ്രത വേണ്ടിവരും. ജില്ലാ പഞ്ചായത്തായാലും PWD ആയാലും റോഡ് ശരിയായി കിട്ടണം. അതാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ കാണാമെന്ന് മുന്നറിയിപ്പ്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ 1.5 പതിറ്റാണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പ്രതികരണവുമായി അല്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയ യുവാക്കളൊക്കെ തന്നെ അവരൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തെ ഇതേ അവസ്ഥയാണ് ആ റോഡിന് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിട്ടും ഒരു പരിഹാരവും ആവുന്നില്ല. എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ, എവിടെയൊക്കെ പോകണമോ അവിടെയൊക്കെ അവർ പോയി ഈ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഒരു ഇടപെടലും അധികൃതരുടെ ഭാഗത്തുണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് അവർ പോയതെന്ന് പറയുന്നു. എന്താണ് ഇനിയും അവർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. കാരണം കുട്ടികളും മുതിർന്നവരും പ്രായമായവരും എല്ലാം ആശ്രയിക്കുന്ന ഒരേ ഒരു റോഡാണ് അവിടെ ഉള്ളത്. അതിന്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനിയുണ്ട് പ്രതികരണങ്ങൾ, കാണാം. ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാരണം സ്കൂളുകളിൽ ഇപ്പോൾ കണ്ടല്ലോ നിങ്ങൾ, മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ അതുപോലെ ഓട്ടോറിക്ഷ, ഒരുപാട് ആക്സിഡൻറ്റ് ഇതൊക്കെ മുമ്പൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ നാട്ടുകാർ കാണുകയാണ്. ഞങ്ങൾ ഒരുപാട് അപേക്ഷ അവരടുത്ത് പറഞ്ഞു. ഒന്നും അവർ നമ്മൾ പറയുന്നതിന് തിരിച്ചൊരു റിയാക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ എല്ലാവരും കൂടി പുറത്ത് ഇതുപോലെ ഐക്യമായിട്ട് മുമ്പോട്ടിറങ്ങി. ഒരുപാട് പോസ്റ്റ് ഇട്ടു, ഒരുപാട് കംപ്ലയിൻറ്റ് കൊടുത്തു. ഒന്നുമില്ല. അവരൊക്കെ ശരിക്കും രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രം. കാരണം വോട്ടിൻ്റെ സമയത്ത് മാത്രം ഞങ്ങളെ സമീപിക്കുക. ആ വോട്ട് കഴിഞ്ഞാൽ നിരവധി വാഗ്ദാനങ്ങൾ തരുന്നുണ്ട്. ഈ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ മാറ്റിയിടുക. ഇതിനെ ഭയങ്കരമായിട്ട് അവണിക്കുകയാണ്. നിങ്ങൾ ഇത് ആ റോഡിലൂടെ ഒരു 5 കിലോമീറ്റർ നിങ്ങൾ ട്രാവൽ ചെയ്താൽ മനസ്സിലാവും. ഇത് ഇപ്പോൾ അവിടെ 2 സൈഡും ഞങ്ങൾ ഇന്നലെ പോലും ഞങ്ങളവിടെ പോയി ചാല് കീറിയിട്ടാണ് വെള്ളം ഒഴിവാക്കിയത്.
35 ലക്ഷം രൂപ 100 മീറ്റർ ടാർ ഇൻ്റർലോക്ക് ചെയ്യാൻ വേണ്ടി പാസ്സാക്കിയ സർക്കാർ ഇപ്പോൾ ഈ റോഡിന് ആകെ വെച്ചിരിക്കുന്നത് 60 ചില്ലാൻ രൂപയാണ്. 65 ലക്ഷമോ 67 ലക്ഷം രൂപയാണ്. ഒരു കാരണവശാലും ഈ 4800 വരുന്ന റോഡ് ടാറിങ് ചെയ്യാൻ കഴിയില്ല എന്ന് എല്ലാ ആളുകൾക്കും അറിയാം. പിന്നെ ഈ റോഡ് ഈ വയനാട്ടിലെ ഏറ്റവും പഴക്കം ചെന്ന റോഡാണ്. ഞങ്ങൾ ഈ റോഡ് വന്നതിൻ്റെ ശേഷമുള്ള ഒത്തിരി റോഡുകൾ നല്ല അടിപൊളിയായി റോഡ് പണിയും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. നമ്മൾ ഈ റോഡ് മാത്രമേ മോശമുള്ളൂ. മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ നമ്മളോട് ഞങ്ങൾ റെഡിയാക്കാം, അടുത്ത പ്രാവശ്യം റെഡിയാവും, ഇങ്ങനെ പറയാമെന്നല്ലാതെ ഒരു രക്ഷയില്ല. ഞങ്ങളെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ ഞങ്ങൾ പുറത്തൊക്കെ പോയി ഒന്ന് കോഴിക്കോട് പോയിട്ട് തിരിച്ചെത്തണമെങ്കിൽ ഇവിടെ 7 മണി വരെയാണ് ഇവിടെ ബസ്സുള്ളത്. ബസ് സർവീസ് ആ ഒരു ടൈം വരെയുള്ളൂ. അത് കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചാൽ ഞങ്ങൾ വരില്ല. ഒന്നിക്കുണ്ടെങ്കിൽ ഇവിടുന്ന് പള്ളിക്കുന്നെന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഞങ്ങളിവിടെ ഒരു 2-3 കിലോമീറ്റർ ഉണ്ട്. ഇതിൻ്റെ എൻഡുള്ളതാണെങ്കിൽ 5 കിലോമീറ്റർ ഉണ്ട്. ആ 5 കിലോമീറ്റർ നടക്കേണ്ട ഒരു ഗതികേടാണ് ഇപ്പം വന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ പ്രാദേശിക സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളൊക്കെ നമ്മളോട് നൽകുന്നുണ്ട്. പിന്നെ സന്ധി സംഭാഷണത്തിന് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒറ്റ ഡിമാൻഡ് വെച്ചിട്ടും നമുക്ക് ഈ റോഡ് എന്താക്കണം, എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തന്നാൽ നമുക്ക് എന്താക്കാം, വോട്ടിനെ കുറിച്ച് പോലും ആലോചിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മുമ്പിൽ വെച്ചിരിക്കുന്ന ഡിമാൻഡ് എന്നുള്ളതാണ്. യെസ്, അപ്പൊ കൃത്യമായ വസ്തുത നിരത്തിയാണ് ഈ കാര്യങ്ങളിൽ അവർ പ്രതികരിച്ചത്. നോക്കുക, അതിൽ കണക്കുകളൊക്കെ ഉണ്ട്. ഇത്ര വർഷങ്ങളായിട്ട് ഇതേ അവസ്ഥയാണെന്നൊക്കെ കൃത്യമായ കണക്കുകൾ മുന്നോട്ട് വെച്ചാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.